ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സിക്സാക്ക് മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് നമുക്ക് ഫ്രില്ലിടാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഗാദറിംഗ് ഫൂട്ട് എന്നാണ്. നമുക്കിത് ആമസോണിൽ ഗാദറിംഗ് ഫൂട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നോർമൽ മെഷീന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് സിക്സാക്ക് മെഷീന് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രില്ലിടാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാൻ പറ്റും. ഫ്രോക്കിനൊക്കെ ഫ്രില്ലിടുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ ഫ്രില്ലിടാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ കിടക്കുന്ന ഫൂട്ട് ഞാൻ അഴിച്ചെടുക്കുകയാണ്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണ്. ഞാൻ ഇതുപോലെ ഇടുന്ന സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ കിടന്ന ഫൂട്ട് റിമൂവ് ചെയ്തു. ഇനി അടുത്ത ഫൂട്ട് നമുക്കിടാം. ഈ ഗാദറിംഗ് ഫൂട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രോക്കിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രില്ലിട്ടെടുക്കാം. ഈ ഫൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ റഫ് മെറ്റീരിയലിലാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മെറ്റീരിയൽ വെച്ച് ഫ്രില്ലിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോർമൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന പോലെയല്ല, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ചെറിയ മാറ്റം വരുത്താനുണ്ട്. ടെൻഷനിന് നമുക്ക് ചെറിയ മാറ്റം വരുത്താനുണ്ട്. ടെൻഷൻ നമ്മൾ 9ലാണ് കൊണ്ടുവന്നിടുന്നത്. പിന്നെ സ്റ്റിച്ചിങ്ങും 3ലാണ് നമ്മൾ ഇടുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ അകലം 3ലും പിന്നെ ടെൻഷൻ പിന്നെ 9ലുമാണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. എന്നാലേ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ടെൻഷൻ ഞാൻ 9ൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെത് ഞാൻ 3ൽ ഇട്ടിട്ടുണ്ട്. സിക്സാക്കല്ല നമ്മൾ വരുന്നത്, 3ലാണ് വന്നിട്ടേക്കുന്നത്. അതിനുശേഷം മെറ്റീരിയൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇത് ഒരു മെറ്റീരിയൽ വെച്ച് ഫ്രില്ലിടുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ മെറ്റീരിയൽ വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചാൽ ഫ്രില്ല് വീഴൂല. നമ്മളിതുപോലെ പതുക്കെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ഫ്രില്ല് വീഴും. നമ്മൾ ഫ്രോക്കിനൊക്കെ ഫ്രില്ലിടുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്രില്ലിട്ടെടുക്കാം. ഫ്രില്ലിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും. ഫുൾ ഇതുപോലെ ഫ്രില്ലിട്ട് വരും. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു മെറ്റീരിയലിൻ്റെ പുറത്ത് മറ്റൊരു മെറ്റീരിയൽ വെച്ച് ഫ്രില്ല് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഏറ്റവും താഴെ നമുക്ക് ഫ്രില്ലിടാനുള്ള മെറ്റീരിയൽ വെക്കുക. എന്നിട്ട് ഈ ഫ്രില്ലിനെ പിടിപ്പിക്കാനുള്ള മെറ്റീരിയലാണ് അടുത്തത് നമുക്ക് വെക്കേണ്ടത്. അത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ ആ മെറ്റീരിയൽ എടുത്ത് വെക്കുന്നത്. ആ വൈറ്റ് മെറ്റീരിയൽ ആ ഭാഗത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് കുറച്ച് പാടാണ് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.